ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിന് നിലവിൽ എന്നെ ആരും ശിക്ഷിക്കുക ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. ഒരു പരാജയ ഭീതിയാണോ നമ്മളെ? നമസ്കാരം. അടൂർ UDF സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. നിശബ്ദ പ്രചാരണ സമയത്ത് തിരഞ്ഞെടുപ്പ് മാധ്യമ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിനും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും അടൂർ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. പരസ്യ പ്രചാരണം അവസാനിപ്പിച്ച് വോട്ടെടുപ്പ് കഴിയുന്നവരെയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണത്തിന്റേതാണ്. ഈ സമയം മാധ്യമങ്ങളിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇടപെടാൻ പാടുള്ളതല്ല. ഈ ചട്ടം ലംഘിച്ച് CV ശാന്തകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കളക്ടർ ഇന്നലെ ആരോട് ചോദിച്ചല്ലോ ശാന്തകുമാർ എന്തെങ്കിലും കേസുണ്ടോന്ന്. ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്. എന്റെ നോമിനേഷൻ തള്ളിക്കോ, എനിക്ക് കുഴപ്പമില്ല. ഒരു കേസിൽ ഞാൻ പ്രതിയല്ല. എനിക്ക് അങ്ങനെ കഴിയില്ല. എന്നെ ഇങ്ങനെ തേജോധം ചെയ്യല്ലേ. എന്റെ അച്ഛൻ ഇല്ല, എന്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ. കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വക്കീൽ മാത്രമേ ഞാൻ എൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട പാർലമെന്റ് ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എൻ്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. ഒരു പരാജയ ഭീതിയാണോ നമ്മളെ ആക്രമിക്കാൻ? തീർച്ചയായിട്ടും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള കുപ്രചാരണക്കാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇത് ഇവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങി എനിക്ക് കുഴപ്പമില്ല. പേരില്ലാതെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ജനങ്ങളെ ഇന്നലെ വൈകിട്ട് എന്നെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന്. ഞാൻ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല. ഞാൻ പന്തളം കോളേജിൽ പഠിച്ചതാണ്. 94-96 ബാച്ചിൽ പന്തളം കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചിലാണ്. എന്റെ KSUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ ഞാൻ തുടങ്ങുന്ന അവിടുന്നാണ്. എന്റെ കോന്നി ഉൾപ്പെടുന്ന എന്റെ റവന്യൂ ഡിവിഷൻ ഓഫീസ് ഈ RD ഓഫീസാണ്. തുമ്പമണ്ണ് ജനിച്ചതാണ്. ഈ പഞ്ചായത്ത് ഈ നിയോജകമണ്ഡലത്തിലെ തുമ്പമണ്ണാണ് ഞാൻ ജനിച്ചത്. ചെയ്തതിന്റെ പിന്നിലുള്ള ആൾക്കാരുണ്ട് ഒത്തിരി. ഞാൻ അതെല്ലാം കളക്ടർ കൊടുത്തിട്ടുണ്ട്. കളക്ടർ അതിനകത്ത് നടപടി എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരാളാണ്. പ്രചരിപ്പിക്കുന്നത് അടൂർ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ കൊലക്കേസ് പ്രതിയാണെന്ന് എഴുതി CPM പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്തിരുന്നു. തന്നെ ഇല്ലാതാക്കാനാണ് LDFന്റെ ശ്രമമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് CV ശാന്തകുമാർ പരാതി നൽകിയിരുന്നു. ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിലും നിലവിൽ എന്നെ ആരും ശിക്ഷിക്കുക ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഒരു കേസിലും പ്രതിയല്ല. നിലവിൽ എനിക്ക് ഒരു കേസുമില്ല. ഇതിന്റെ പേരിൽ ഒരു FIR-ഉം ഇല്ല. നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ലഘുലേഖ പ്രചരിപ്പിക്കുന്നതെന്ന് അവർ പറയുന്നത്. അവരോട് തന്നെ പോയി ചോദിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. CPM-ന്റെ എന്റെ പേരിൽ ഒരു FIR ഇല്ല. നിങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചത് എന്നോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഇവിടുത്തെ വികസനമല്ല ചോദിച്ചത്. എന്റെ പേരിൽ FIR ആയിരുന്നു. നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുമല്ലോ. വിവരാവകാശ പ്രകാരം നിങ്ങളെ പേരെടുക്കും. നിങ്ങൾ ഞാൻ എന്റെ ഏത് കോടതിയെ ശിക്ഷിച്ചാൽ നിങ്ങൾ എടുക്കുക. എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഈ നിമിഷം പിൻവലിക്കാം. ഏതാണ് പേരിലൊരു നോട്ടീസ് ഇറക്കട്ടെ.
അവരെ പേരിൽ എടുക്കട്ടെ, നോട്ടീസ് അല്ലെങ്കിൽ ഈ നോട്ടീസ് തന്നെ അവരുടെ ഒരാളുടെ അഡ്രസ്സിൽ. തുടർന്ന് പ്രതികളായ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 5 CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. ലഘുലഘ പ്രിന്റ് ചെയ്ത പ്രസിനെ കുറിച്ച് അന്വേഷിച്ച കേസെടുക്കാനും ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെയാണ് നിശബ്ദ ദിനമായ ഇന്ന് പെരുമാറ്റം ചട്ടം ലംഘിച്ച CV ശാന്തകുമാർ മാധ്യമങ്ങളെ കണ്ടത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വേനൽ അവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. ത്രില്ലിംഗ് അനുഭവം പകരുന്ന വാട്ടർ റൈഡുകളായ പുഷ്പക്, പെൻഡുലം, മൾട്ടി ലൈൻ, ക്രേസി ക്രൂസ്, ജമ്പിംഗ് ഫ്രോഗ്, കൊളംബസ്, കിഡ്സ് ട്രെയിൻ, മൾട്ടിപ്ലേസ് സിസ്റ്റംസ്, ട്രൈ ബാസ്കറ്റ്, എയ്റോപ്ലെയിൻ റൈഡർ, ബുൾ റൈഡ്, ഡാഷിംഗ് കാർ, സ്വിംഗ് ചെയർ, മങ്കി ട്രീ, ബട്ടർഫ്ലൈ റൗണ്ട്, ബ്രേക്ക് ഡാൻസ്, വീൽ റൈഡ്. ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം. റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ലാൻഡ്, വെമ്പായം, തിരുവനന്തപുരം.